തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. എ സയ്യിദ് എന്ന സയ്യിദ് സാഹിബ് ഇനിയില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ നേതാവ്, SDPI മുൻ ദേശീയ പ്രസിഡന്റ്, എഴുത്തുകാരൻ, വാഗ്മി എന്നീ നിലകളിലെല്ലാം ശോഭിച്ചു നിൽക്കുമ്പോഴും ഞങ്ങൾ തേജസ് കുടുംബത്തിന് അതിനൊക്കെ അപ്പുറം അവാച്യമായ ആത്മജ്ഞാനത്തിൻ്റെയും ആത്മസഞ്ചാരത്തിൻ്റെയും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കും വരെ ഹൃദയ തേജസ് എന്ന പ്രോഗ്രാമിലൂടെ ആഴ്ചതോറും അദ്ദേഹം പ്രേക്ഷകരുമായി തേജസ് ന്യൂസിൽ സംവദിച്ചു. സങ്കീർണമായ ആത്മാന്വേഷണ സമസ്യകൾ നിത്യജീവിതവുമായി ബന്ധിപ്പിച്ച് ലളിതമായി വ്യാഖ്യാനിച്ചു തരുന്ന ആ ശൈലി പ്രേക്ഷകരും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പ്രതികരണങ്ങൾ സാക്ഷ്യം പറയുന്നു. നന്മ കുടികൊള്ളുന്നത് ആചാരങ്ങളിലല്ല. കർമ്മങ്ങൾ സമ്പ്രദായം മാത്രമായി പരിമിതപ്പെടുന്നത് അവയുടെ അടിസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അനുഷ്ഠാനങ്ങളുടെ അന്തസത്ത ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം നന്മ പൂർത്തിയാകുന്നു. സയ്യിദ് സാഹിബിൻ്റെ ആത്മീയ വിചാരങ്ങൾ ജീവിതത്തെ എപ്പോഴും ഒരു കുട്ടിയെ എന്ന പോലെ കൈപിടിച്ച് വീഴാതെ കൊണ്ടു നടക്കുന്നതായിരുന്നു. ആത്മജ്ഞാനം പാഴാവാതിരിക്കാൻ തന്നെ കേൾക്കുന്നവരുടെ ചിന്തയിലും ഭാഷയിലും അദ്ദേഹം അത് അവതരിപ്പിച്ചു. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നെടുത്തതെന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങളിൽ വെച്ച് അറിവിനെ വ്യാഖ്യാനിച്ചു. തിന്മകൾക്കെതിരെ പോരാട്ടം നന്മയുടെ തേട്ടമായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. സ്ഥാനമാനങ്ങളും പാണ്ഡിത്യവും ആചാരങ്ങളും വഴി ജനത്തിനിടയിൽ ആത്മീയ സ്വാധീനം ചെലുത്തുന്ന ശൈലി സമൂഹത്തിൽ വ്യാപകമായി കാണുന്നു. അതിനു ദൈവീക മതവുമായി ബന്ധമില്ല. ഇത് ഞാൻ പറയാൻ കൊതിച്ചത്, എന്നാൽ ഇന്നോളം നാവിൽ വരാതിരുന്നതെന്ന് ആ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ തോന്നിപ്പോവും. ഖുറാനിക വീക്ഷണങ്ങളുടെ വിശുദ്ധ നിലാവിൽ കുളിച്ചു കയറി വരുമ്പോഴും മതപരമായ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് ജീവിത സന്ദർഭങ്ങളിലേക്ക് കടന്നുചെന്ന് ആ വിചാരങ്ങൾ, അനുഭവം പങ്കുവെച്ചു. ഒരു രാഷ്ട്രീയ നേതാവെന്നാൽ 100% ഭൗതികനായ മനുഷ്യനെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായി നിരന്തരം പോരാടുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയുടെ ദേശീയ അമരക്കാരിൽ ഒരാളായി ഇരിക്കുമ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്ന SDPIയുടെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും രാഷ്ട്രീയ ജീവിതവും ആത്മീയ ജീവിതവും അദ്ദേഹത്തിന് രണ്ടായിരുന്നില്ല. മറിച്ച് പൂർവാധികം അവ പൂരകങ്ങളായി മാറുകയായിരുന്നു. തൻ്റെ തന്നെ ഉള്ളിലെ എഴുത്തുകാരനും വാഗ്മിയും ആത്മ അന്വേഷകനും വിമർശിച്ച് പാകപ്പെടുത്തിയ രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു അതെന്നും പറയാം. മതപണ്ഡിതനായിരുന്ന പിതാവ് അലവി മൗലവിയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ആ ആത്മാന്വേഷണ താൽപ്പര്യം. വ്യാപരിച്ച മേഖലകളും സ്ഥാനങ്ങളും വിപുലമായിരുന്നു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ആ ഉത്തരവാദിത്തം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ചെയർമാൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, മുസ്ലിം റിലീഫ് നെറ്റ്വർക്ക് പ്രസിഡന്റ്, എഴുത്തുകാരൻ തുടങ്ങി ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഞങ്ങൾ തേജസ് കുടുംബത്തിന് എന്നും വിളക്കും മാർഗദർശിയും മാതൃകയുമായിരുന്നു ആ വ്യക്തിത്വവും സാമീപ്യവും. 63-ാം വയസ്സിലാണ് ഈ വേർപാട്. ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ കോഴിക്കോട് നിലമ്പൂർ റോഡിൽ എടവണ്ണ കുണ്ടുതോടിലെ റോസ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 10 മണിക്ക് മലപ്പുറം എടവണ്ണ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കും. പാപമോചനത്തിനും പരലോകക്ഷേമത്തിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ മുഖം എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു.